ശ്രീ റജി, എവിടെയാണ് കോൺഗ്രസിന് പിഴച്ചത്? വിശ്വപൗരനായ തരൂരിനെ മനസ്സിലാക്കുന്നതിൽ ആ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ തരൂരിനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബി ജെ പിയോട് പോരാടുന്ന, ബി ജെ പിക്കെതിരെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന പ്രധാന എതിരാളിക്ക് ഇട്ടുകൊടുക്കുകയാണ് തരൂരിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളെ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പാർട്ടിയെ നയിക്കുമ്പോൾ തരൂരിനെ പോലെ ഒരാളെ, എത്രയോ നേതാക്കൾ നമുക്കറിയാം, പാർട്ടി വിട്ടുപോയ എത്രയോ ആളുകളുണ്ട്, പ്രഗത്ഭരായ എത്രയോ ആളുകളുണ്ട്, എത്ര രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിൽ നിന്ന് പോയവർ രൂപീകരിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലായി. ഇനിയെങ്കിലും പാഠം പഠിക്കാത്ത കോൺഗ്രസ് വീണ്ടും തരൂരിനെയും വിട്ടുകൊടുക്കുകയാണോ ബി ജെ പിക്ക്? നോക്കൂ ശ്രീ രഞ്ജിത്ത്, ഇവിടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സാണ് ബഹുമാനനായ ശ്രീ ശശി തരൂരിനെ MP സ്ഥാനത്തേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സര രംഗത്തേക്ക് ഇറക്കി 4 തവണ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ചത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നോമിനിയായിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പാർലമെൻറ്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫോറിൻ അഫയേഴ്സിലെ അധ്യക്ഷനായി ആ പദം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെ 2 തവണ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. UN അദ്ദേഹം സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിക്കുമ്പോൾ അതിന് പിന്തുണ നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അദ്ദേഹം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ജനാധിപത്യ രീതിയിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ആ മത്സരത്തെ ജനാധിപത്യ രീതിയിൽ കാണുകയുണ്ടായി. ഇവിടെ നോക്കൂ, ഇവിടെ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമോന്നത നയരൂപീകരണ സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ ആ ചട്ടക്കൂടിൽ ആ പാർട്ടിക്ക് വിധേയമായി ആ നേതൃനിരയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ BJPയിലെ സത്യപാൽ മാലിക് എന്ന ഒരു ഫോർമർ ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മേഘാലയയിൽ ഗവർണറായി. അപ്പോൾ അദ്ദേഹം BJPക്ക് എഗനിസ്റ്റായിട്ട് പലപ്പോഴും പ്രസ്താവനകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാർട്ടിക്ക് നിന്നുകൊണ്ട് പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് താനൊരു വിശ്വപൗരനാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം വരുമ്പോൾ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. നോക്കൂ, 11 കോടി ജനങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ജനസഞ്ചയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ ജനത്തിൻ്റെ വോട്ട് കൊണ്ടാണ് ഇന്ന് കാണുന്ന ശശി തരൂരിനെ ഈ രീതിയിൽ ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി വളർത്തിയെടുത്തത്. കാരണം 2008 അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ഉചിതമായ സ്ഥാനം നൽകി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അംഗീകരിച്ചതാരാണ്? ഇൻ്റർനാഷണൽ കോൺഗ്രസ് അല്ലേ? പക്ഷേ ഈ പലപ്പോഴും നിലപാടുകളിൽ മലക്കം മറിഞ്ഞുകൊണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തൻ്റെ കഴിവിനെ അദ്ദേഹം പലപ്പോഴും അതിനെ പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എപ്പോഴും അധികാര കേന്ദ്രങ്ങളുമായി അടുത്തു നിൽക്കുവാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കാരണം എന്താണ്, അദ്ദേഹം എപ്പോഴും യുണൈറ്റഡ് നേഷൻസിൽ അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ സെക്രട്ടറി ജനറൽ പോസ്റ്റിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നു. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അദ്ദേഹം കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ ഭരണത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യവസായ നയം ഗംഭീരമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞു പാർട്ടിയെ സംബന്ധിച്ച്, നയങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അദ്ദേഹം വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്നു. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന പല നിലപാടുകൾക്കും വിരുദ്ധമായ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അത് പാർട്ടിയെ ശരിക്കും പാർട്ടിയുടെ നയ തീരുമാനങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അദ്ദേഹം അത് ആ കമ്മിറ്റിയിലെ ഫോറത്തിലല്ലേ പ്രഖ്യാപിക്കേണ്ടത്? കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഇത്തരം ഒരു ഡെലിഗേഷൻ അയക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം തരൂരല്ല എന്ന് മനസ്സിലാകരുത് എന്തുകൊണ്ടാണ്? ആ 4 പേരുടെ ലിസ്റ്റിൽ തരൂർ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ആരുടെ പ്രശ്നമാണ്? ഈ സമീപകാലത്ത് ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം തരൂർ നടത്തിയ പല പ്രസ്താവനകളും രാജ്യ താല്പര്യത്തിനൊപ്പമായിരുന്നു, അല്ലെങ്കിൽ വേണമെങ്കിൽ മോദിയുടെ ലൈനിനൊപ്പമായിരുന്നു, BJP ലൈനിനൊപ്പമായിരുന്നു, സംശയമില്ല. പക്ഷെ അതിനു മുൻപ് മോദി വിമർശകൻ കൂടിയായിരുന്നു പലതവണ. നമുക്കറിയാം, മോദിയെ വിമർശിച്ചിട്ടുള്ള ആൾ കൂടിയാണ് തരൂർ. അങ്ങനെ ഇത്തരമൊരു ഡെലിഗേഷൻ അയക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തരൂരല്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ചോദിക്കുന്ന ആ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീജി. നോക്കൂ, ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു നിലപാടും ഇന്റർനാഷണൽ കോൺഗ്രസ് മുൻപ് സ്വീകരിച്ചിട്ടില്ല, ഇപ്പോൾ സ്വീകരിക്കില്ല, വരും കാലങ്ങളിലും സ്വീകരിക്കില്ല. കാരണം ഇന്ത്യക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യ സമരത്തിന് മേൽനോട്ടം വഹിച്ച് അതിനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ന് കാണുന്ന ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കൊണ്ട് കൈവെള്ളയിൽ വെച്ചു കൊടുത്ത ഇന്റർനാഷണൽ
കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ദേശീയത വിട്ടോ ഉള്ള ഒരു തരത്തിലുള്ള നിലപാടുകൾക്കും വശംവദരാവില്ല. അപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ശശി തരൂർ അദ്ദേഹത്തെ നിയോഗിച്ചു. അദ്ദേഹം തീർച്ചയായും പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെടണമായിരുന്നു. ആ പ്രപ്പോസലിന് ഇന്റർനാഷണൽ കോൺഗ്രസ് അനുമതി നൽകിയുണ്ടായി. ഇവിടെ BJP എന്ന പാർട്ടി സങ്കുചിതമായ രാഷ്ട്രീയം ഇതിൽ കളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ ആ രാഷ്ട്രീയം അവരുടെ ഈ ഒരു പ്രതിസന്ധിയിൽ, അതായത് ഈ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ പാർട്ടികളും ആ ഒരു സംഘർഷത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടിന് ശക്തിയായി ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുകയുണ്ടായി. കോൺഗ്രസ് നിരുപാധിക പിന്തുണ നൽകുകയുണ്ടായി. 2 പ്രാവശ്യം സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മറിച്ച് നമ്മൾ എന്തിനാണ് ഈ സർവകക്ഷി സംഘത്തെ വിദേശത്തേക്ക് അയക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യക്കെതിരായ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന സന്ദേശം വിദേശ രാജ്യങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ്. ഇവിടെ രാഷ്ട്രീയ കക്ഷികളെയാണ് ഇത്തരത്തിൽ സർവകക്ഷി സംഘത്തിലേക്ക് അതിൻ്റെ പ്രതിനിധികളെ അയക്കുവാൻ ആവശ്യപ്പെടേണ്ടത്. അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗത്വമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വവുമായി BJP വളരെ ഓപ്പണായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രതിനിധി സംഘത്തെ അയക്കുവാൻ ആവശ്യപ്പെടണമായിരുന്നു. നിശ്ചയമായും ഇന്റർനാഷണൽ കോൺഗ്രസ് ശശി തരൂരിനെ അയക്കുമായിരുന്നു. കാരണം അദ്ദേഹം വിദേശകാര്യവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ ഇവിടെ BJP കളിച്ച രാഷ്ട്രീയം ഇതല്ല. അവർ സങ്കുചിതമായ രാഷ്ട്രീയം നടത്തി. നോക്കൂ, എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല? നോക്കൂ, വിദേശ നയത്തിൽ വന്ന പാളിച്ചകളുടെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഈ 7 സമിതികളെ, ഈ മെമ്പേഴ്സിനെ നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്നതിൽ BJP വല്ലാതെ അവരുടെ സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണം ഇതിൽ പ്രകടിപ്പിച്ചു. ഇവിടെ ശശി തരൂരെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു അംഗം എന്നുള്ളതോ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് മുഴുവൻ കക്ഷികളും ഇന്ത്യക്കെതിരായ ഒരു ഭീകരാക്രമണത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന സന്ദേശം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. 1994 എന്തുകൊണ്ടാണ് AV വാജ്പേയിയെ നരസിംഹറാവു വിദേശത്തേക്ക് അയച്ചത്? 2008 എന്തുകൊണ്ടാണ് സർവകക്ഷി സംഘത്തെ നമ്മൾ വിദേശത്തേക്ക് അയച്ചത്? അവിടെ ഒന്നും സങ്കുചിതമായ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. നോക്കൂ, 1907 അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രം എടുത്തപ്പോഴാണ് കോൺഗ്രസ് അതിനെ ആ തരത്തിൽ എതിർക്കുന്നത്. രമേശ് നേതാക്കന്മാരടക്കം പറയുന്ന പ്രസ്താവനകൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഞാൻ ഒറ്റ കാര്യം, എന്തുകൊണ്ട് BJP കോൺഗ്രസിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ ഈ സർവകക്ഷി സംഘത്തിലേക്ക് നമുക്ക് അയക്കുവാൻ നിങ്ങൾ പേര് തരിക എന്ന് എന്തുകൊണ്ട് നിർദ്ദേശിച്ചില്ല? ശശി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും അങ്ങനെ ഒരു മര്യാദ കാട്ടിയില്ല എന്നുള്ളതാണ്. ശ്രീ കേണൽ ഡിന്നി, ഇവിടെ ശശി തരൂർ യാതൊരു സംശയവുമില്ല ഈ സംഘത്തെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ അദ്ദേഹം തന്നെയാണ്. ആഗോള